ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ 2025 വിട്ട് 2026ലേക്ക് നാം കടക്കുകയാണ്. ഈ 2025 എന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ദൈവം ചെയ്തു. ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്ന ഒരു വർഷമാണ് 2025. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ ഓരോ നടപ്പിലും നമ്മുടെ ഓരോ അവസ്ഥയിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ എന്ത് പറ്റും, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ടെങ്കിലും അത് പ്രാപിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ നമ്മൾ ഒത്തിരി വാഗ്ദത്തങ്ങൾ പ്രാപിച്ച് കാണും ഈ 2025. എന്നാൽ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ചില വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രാപിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ നമ്മൾ പലപ്പോഴും നിരാശയിലോട്ട് കിടക്കുമ്പം നമ്മളെ ബലപ്പെടുത്തുന്ന ചില വചനങ്ങളുണ്ട്. നമ്മൾ ധൈര്യപ്പെടുത്തുന്ന, ക്ഷീണിച്ചു പോകാതിരിക്കാൻ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ചില വചനങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 4:19 വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. നമ്മളിവിടെ കാണുന്നുണ്ട് 18 അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്നൊരു വചനം കാണാം. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അത് 4:18 നമ്മൾ കാണുന്നത്. അതെന്തുകൊണ്ടാണ് ഈ ആശയ്ക്ക് വിരോധം? ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം അബ്രഹാമിനെ കുറിച്ച് അവിടെ പറയുന്നത്. അബ്രഹാമിനും സാറായിക്കും കുഞ്ഞുങ്ങളില്ലായിരുന്നെങ്കിലും ദൈവം അവർക്കൊരു വാഗ്ദത്തം കൊടുത്തു. നിനക്ക് തലമുറയെ തരുമെന്നൊരു വാഗ്ദത്തം കൊടുത്തു. അവരത് വിശ്വസിച്ചു. അവർ ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു എന്ന് പറയാൻ കാരണം എന്താ? അതിൻ്റെ 19ാമത്തെ വാക്യം നോക്കുമ്പോൾ ഏകദേശം 100 വയസ്സുണ്ട് അബ്രഹാമിനപ്പോൾ. ഒരു 100 വയസ്സായി, ശരീരത്തിന് നിർജീവമായി. സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം വന്നു. അപ്പം ഈ ഒരു പ്രായമാകുമ്പോഴേക്കും ഗർഭപാത്രത്തിന് ഒരു കുഞ്ഞിനെ വഹിക്കാനുള്ള അതിൻ്റെ എബിലിറ്റി എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയം. ഇവർക്കൊരു കുഞ്ഞുണ്ടാകാനുള്ള മെഡിക്കൽ പരമായിട്ട്, നമ്മൾ ലോകപരമായിട്ട് നോക്കുകയാണെങ്കിൽ 0 അവിടെ ചാൻസ്. അത്രയ്ക്കും സാധ്യതകൾ എല്ലാം തീർന്നുപോയി. നമുക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ, അതായത് ചെറിയ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, ആശയോടെ വിശ്വസിക്കാം, ഇന്ന കാര്യത്തിൽ എനിക്കൊരു വിടുതൽ നടക്കും. അതേസമയം ഇതുപോലെ അങ്ങ് കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയിട്ട് ഒരു ഹോപ്പിന് യാതൊരു വകയില്ലാത്തൊരവസ്ഥ വരുമ്പോൾ, ഇപ്പം ഇവരുടെ ജീവിതത്തിൽ നോക്കി അത്രയേറെ പ്രായത്തിൽ അവരെത്തി. ഇനി അവർക്കൊരു ഹോപ്പില്ല. കാരണം രണ്ടുപേരുടെയും ശരീരം നിർജീവമായി പോയതുപോലുള്ള അവസ്ഥയാണ്. ഇനി നമ്മളൊരു പറയും, ഒരു അങ്ങേയറ്റം പ്രായം എത്തി, നല്ല പ്രായമുള്ള വല്യപ്പച്ചനും വല്യമ്മച്ചി ആയെന്ന് പറയുമ്പം അവർക്ക് ഇനി കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെടുക, കർത്താവിനോട് ഇരിക്കുക, ആ ഒരു പ്രതീക്ഷയോടൊക്കെ ഇരിക്കേണ്ട ആ ഒരു സമയത്ത് കർത്താവ് തൻ്റെ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തി അവരെ ബലപ്പെടുത്തി. ശരീരത്തിന് വളരെ നിർജീവത്വം സംഭവിച്ച സമയത്താണ്. അതുകൊണ്ടാണ് ആശയ്ക്ക് വിരോധമായി, യാതൊരു ആശയ്ക്കും വകയുമില്ല. നിർജീവമായി പോയ ശരീരത്തിൽ നിന്ന് ഇനി ഒരു പൈതലിനെ ബെയർ ചെയ്യുക, പൈതലിനെ ക്യാരി ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് യാതൊരു ആശയ്ക്കും വകയില്ലാത്തടത്ത് ആശയ്ക്ക് വിരോധമായിട്ട് ആശിച്ചു. അതാണ് അവരുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലായിട്ട് നടന്നത്. ഇത് നമ്മളെ ഓർപ്പിച്ചുണർത്തുന്നത് എന്താ? നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ചെറിയ ചെറിയ ഹോപ്പുള്ള ഒരു വിഷയമാണെങ്കിൽ നമുക്ക് പിന്നെയും പ്രതീക്ഷയുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിനുവേണ്ടി പ്രാർത്ഥിക്കും, ആശയോടെ പ്രാർത്ഥിക്കും. ദൈവമേ, അങ്ങ് വാഗ്ദത്തം ചെയ്തല്ലോ, അപ്പം ഞാൻ ആശയോടെ പ്രാർത്ഥിക്കുന്നു നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ ഇതുപോലെ ആശയ്ക്ക് വിരോധമായി ആശിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അവസ്ഥയായിരിക്കണം. നിർജീവത്വം, അബ്രഹാമിൻ്റെയും സാറയുടെയും ശരീരത്തിൽ നിർജീവത്വമായിരുന്നു. യാതൊരു 0% ഹോപ്പുമായിട്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ചത്. കർത്താവെ എൻ്റെ കഴിവ് 0%, പക്ഷേ കർത്താവെ അങ്ങയുടെ വാഗ്ദത്തമാണ് 100% ഇതിനകത്ത് പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് അങ്ങനെ അവർ വിശ്വസിച്ചതുപോലെയാണ് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും യാതൊരു ഹോപ്പും, ഇച്ചിരിയെങ്കിലും ഹോപ്പുണ്ടെങ്കിൽ നമ്മൾ ആശയോടെ പ്രാർത്ഥിക്കും. എന്നാൽ ഇച്ചിരി പോലും ഹോപ്പില്ലാതെ 0%, ഒരു ഹോപ്പിനും യാതൊരു സാധ്യതയും ഇല്ലാത്തടത്ത് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആശയ്ക്ക് വിരോധമായി നമ്മൾ ആശയോടെ, കർത്താവ് എനിക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, എനിക്ക് അതിനുള്ള സാധ്യത എന്ന് പറയുന്നത് 0% ഒരു തരത്തിലും എൻ്റെ ഈ സിറ്റുവേഷനിൽ നടക്കത്തില്ല എന്നെനിക്ക് ഉറപ്പായിട്ടുള്ളൊരു കാര്യം. പക്ഷേ ഞാൻ എന്ത് വിശ്വസിക്കണം? ആശയ്ക്ക് വിരോധമായി വിശ്വസിക്കുക. ദൈവത്തിന് കഴിയും. അസാധ്യമെന്ന് പറയുന്ന ഈ വിഷയത്തിന്മേൽ എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഉറപ്പിച്ച് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. കാരണം എന്താ? ഇവിടെ ഈ വചനം നമ്മളെ ധൈര്യപ്പെടുത്തുക.
ഞാൻ എൻ്റെ വിഷയത്തിൽ 0% ആയിട്ടുള്ള ഒരു ഹോപ്പും ഇല്ലാത്ത ഈ വിഷയത്തിന്മേൽ ദൈവമേ ഞാൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്നെന്ന് ദൈവസന്നിധിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും. എങ്കിൽ ദൈവം അവരുടെ ജീവിതത്തെ അത്ഭുതം പ്രവർത്തിക്കും. ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.